ഞാൻ ഇന്നോട് ഇതൊക്കെ പറഞ്ഞു. നിന്നോട് എന്തൊക്കെ പറഞ്ഞു? ഏതൊക്കെ പറഞ്ഞു കോണമംഗളം ഇഞ്ഞാമി അമീമ മീമ 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 അല്ലോ. അപ്പൊ ഇന്ന പേര് ഇന്നാലാണേ അണ്ടി മീമ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ മണിത്തോടുക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ അല്ലെങ്കിൽ നമുക്ക് അധികം ഇൻഷാല്ലാ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാങ്ക് വീഡിയോ ചെയ്യുക കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂഹാണെന്ന ഫാമിലി വ്ളോഗിലാട്ടത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രാങ്ക് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട് മൻഷാദ്. അപ്പോൾ മൻഷാദിൻ്റെ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ട് ക്ഷണം ഉണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. അപ്പോഴേ തോന്നിയത് ഒരു പ്രാങ്ക് ഓനക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ജിൽഷാദ് എന്നുള്ള രൂപത്തിൽ ഓനക്ക് വിളിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്റ്റാഫ് വിളിക്കും, ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് വിളിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ പെണ്ണിൻ്റെ പേരും ചെക്കൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഡീറ്റെയിൽസ് അവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബാക്കി നമുക്ക് സെറ്റാക്കാം. ഒരു എന്താ പറയുക, അത് ഞാൻ പറയാം. ആർക്കും അടിക്കണേ. ഓക്കെ ഒരു കേട്ടോ. മനുഷ്യനെ വിളിക്കാൻ പോകണേ. ഹലോ എടാ, പിന്നെ ഞാനേ പുറത്താണ്, ഹോസ്പിറ്റൽ കേസിലാണ്. ഞാനേ പിന്നെ അണക്കിപ്പോൾ എൻ്റെ സ്റ്റാഫ് വിളിക്കും, ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് വിളിക്കും. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ചെക്കൻ്റെ പേരെന്ന് പറഞ്ഞെടുക്കും, ഒരു പാട്ടിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതുപോലെ കല്യാണ സ്ഥലമൊക്കെ പറഞ്ഞു കേട്ടോ, ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ ശരി. അതായത് എനിക്ക് തിരക്കാന്നുള്ള രൂപത്തിൽ നമ്മൾ വിളിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇനി വിളിക്കാം. സ്വന്തം ചങ്കോൾക്കൻ 8 മണി വൈബട്ടോ, നമ്മുടെ സുഹൃത്താട്ടോ. ഉണ്ടായിരിക്കണ്ടോ? മനസ്സിലായി മറ്റോനെ. ഹലോ 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 മനുഷ്യന്നല്ലേ? മനസ്സിലാവണില്ല പണിയുടെതൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, മനുഷ്യന്നല്ലേ? മനുഷ്യത് ഞങ്ങളിന്ന് ഇതൊക്കെ പണിയിട്ടേ, കല്യാണത്തിന്റെ എഴുതി വെക്കാൻ വേണ്ടിട്ടേ. കല്യാണത്തിന് ചെക്കൻ്റെ പേരെന്ന് പറയൂ. ഹലോ 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 കല്യാണത്തിനെ ചെക്കൻ്റെ പെണ്ണിന്റെ പേരെന്ന് പറയൂ. ചെറുക്കന്റെ പേര് നിജാബ്. ഇഞ്ഞാമോ നിജാബ് ഇഞ്ഞാമ് ഞാൻ സ്പെല്ലിംഗ് പറയൂ. ഇഞ്ഞാമല്ല ഇഞ്ഞാമ് പെണ്ണിന്റെ പേര് ഭീമ. അമ്മീമ അമ്മീമ എന്തോ അറിയേ? ഭീമ മീമ മീമ അല്ലടാ മോനെ, ഭീമ. മീമ എന്നെ കല്യാണം എന്താ കല്യാണം അല്ലോ. കല്യാണം കല്യാണ ഡേറ്റ് 28. 22 22 22 അല്ല 28. 22 25 അല്ലടാ വെടുവ, 28. 22 നിന്നെ ആരോടാ ഈ പണി ഏൽപ്പിച്ച? ദിൽഷാദ് നീ സ്റ്റാഫാ? ഓനെ കൊടുക്കാൻ. നിന്റെ പേരെന്നാ? മിഞ്ഞാന്ന് നിജാബാ? മിഞ്ഞാന്ന് മിഞ്ഞാതാ? മിഞ്ഞാന്ന് മിഞ്ഞാതാ മിനിഞ്ഞാതാ? മിഞ്ഞാന്ന്
ഇങ്ങനെ പേരൊക്കെ ആരാ നിനക്ക് കിട്ടുന്നേ? അമ്മ കല്യാണത്തിനും പെണ്ണിന്റെ പേര് അമീമ. അമീബ അല്ലടാ മോനെ, ഭീമ. മീമ. ഞങ്ങളുടെ പേര് ഇഞ്ഞാണ്. ചെറുക്കിന്റെ പേര് നിജാബ്. അപ്പൊ ഇന്റെ പേര് ഇഞ്ഞാനാണേ. നിന്റെ പേര് ഇഞ്ഞാന്ന്. ഇഞ്ഞാതാ? ഇന്റെ പേര് ഇഞ്ഞാന്ന്. ഞങ്ങളുടെ പേര് ചെറുക്കന്റെ പേര് നിജാബ്. നീ എന്തൊന്നും വാങ്ങാതെ ഈ കേക്കണേ. പെണ്ണിന്റെ പേര് മീമ, ഞങ്ങളുടെ പേര് മിഞ്ഞാന്ന്. മിഞ്ചാബ് അല്ലടാ മോനെ, നിജാബ്. മിഞ്ഞാമ്. മിഞ്ഞാമും അമീമിയും. നീ ഏത് സ്കൂളില് പഠിച്ച? എടാ നിജാബ്, പെണ്ണിന്റെ പേര് ഭീമ. ഈ കല്യാണം ഇവിടെ കല്യാണം കോതമംഗലം നെല്ലിമറ്റം എന്ന് പറയും. കൊന്നമംഗലം അല്ല മോനെ, കോതമംഗലം. നീ അവിടെ അറിയണ ഫോൺ കൊടുത്തടാ. ഈ പറയണ ഇരുന്നോണ്ട് ഞാൻ തന്നെ ഉള്ളു. നീ മാത്രമേ ഉള്ളൂ? ദിൽവൈസ് സ്റ്റുഡിയോയില് നീ മാത്രം സ്റ്റാഫ് ഉള്ളൂ, വേറെ ആരും ഇല്ല അവിടെ? ഇവിടെ ഒക്കെ പോയി. 6 മണി കഴിഞ്ഞു. അപ്പൊ എല്ലാരും പോയി. അപ്പൊ കോണമംഗലം അല്ല, കോഞ്ഞമംഗലം. നെല്ലിമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അന്യമണ്ഡം. നീ ഒന്നും പറഞ്ഞ പേര് എങ്ങനെ? എടാ നെല്ലിമറ്റം. ഹലോ, കോതമംഗലം നെല്ലിമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനൊക്കെ വന്നുപോയി. ഹലോ, അവിടെ ആരാടാ വന്നേക്കണേ? അവന്റെ എന്ന് കൊടുത്തടാ എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. നിന്നെ ഈ പണി ഏൽപ്പിച്ചാരാ? ഞാനും കൊണ്ടുപോയി. വിളിച്ചോട്ടെ, ഞാൻ ദിൽഷാദിനെ വിളിച്ചോളാം. അവന്റെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. മിഞ്ഞാണ്. എന്ത് ബിസിയാന്ന്? ഞാൻ ഇന്നോട് ഇതൊക്കെ പറഞ്ഞു. നിന്നോട് എന്തൊക്കെ പറഞ്ഞു? ഏതൊക്കെ പറഞ്ഞു? കോണമംഗലം ഇഞ്ഞാമി അമീമ. എടാ കോതമംഗലം നിജാബ് ആൻഡ് ഭീമ എന്നാണ് പെണ്ണിന്റെ പേര്. അണ്ടിഭീമ. നീ എവിടെ കിടന്നോളാ? അണ്ടിഭീമ ഇഞ്ഞാബ്. അമീബയോ? അണ്ടിഭീമ ഇഞ്ഞാബ്. നിന്നെ ഈ പണി ഏൽപ്പിച്ച ദിൽഷാദിനോ ആരും സ്ഥലമുള്ളതാ? നിന്നെ ആരും ഈ പണി ഏൽപ്പിച്ചൊന്ന് പറയാവാ? വല്ലപ്പോഴാന്ന് പറയണ പേര് കളില്ലേ നീ? അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ കല്യാണത്തിന് വരുമ്പോ പറയാം. കല്യാണത്തിനാ? നീ വന്നടാ, നീ വന്നോണ്ടില്ല. എന്നാ ഞാനോട് പറയാട്ടോ. എങ്ങനെ? എന്നാ ഞാന് പറയാ അമീമേനൊക്കെ. ഹലോ, എടാ ചിരിച്ചാടാ. ഹലോ, എങ്ങനെ? എന്റെ മോനെ, എന്ത് പണിയാ? ഞാനിപ്പോ തെറി പറഞ്ഞത്. എന്റെ മൂക്കൊക്കെ പോന്നു. ഒരു നാസായി. എങ്ങനെ ചിരിച്ച? ഹലോ, പണി തന്നടാ നമുക്ക്. അത് കറക്റ്റ് സമയത്തിന് തരണ്ടേ? വിളിച്ചു. അല്ല, ചിരിച്ചേ. എന്താണ് വിഷയം? അല്ലെങ്കിലും മൂക്കൊത്തി പിടിച്ചു കഴിഞ്ഞാൽ അമ്മീമാന്ന് വരുന്നതേ. പിന്നെ ഒരു രക്ഷയില്ലല്ലോ. പിന്നെ ആൻഡ് ഭീമാന്ന് പറഞ്ഞപ്പോ ഞാനത് അണ്ടി ഭീമാന്നാക്കി. പിന്നെ ആൻഡ് ഭീമാന്ന് പറഞ്ഞപ്പോ ഞാനത് അണ്ടി ഭീമാന്നാക്കി. അപ്പൊ എന്തായാലും ഇതൊരു ചെറിയൊരു പ്രാങ്ക് കോളായിരുന്നു. കല്യാണത്തിന് വരണ്ടാ? ഇൻഷാല്ലാ. ഓക്കെ. ഓ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. കുറച്ച് നേരം അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. കാരണം കറക്റ്റ് സമയത്തിനായതുകൊണ്ട് ഒരിക്കലും മനസ്സിലായി ഉണ്ടാവില്ല. കാരണം ഒരു പ്രാങ്ക് കോളാന്ന് മനസ്സിലായി ഉണ്ടാവില്ല. എന്തായാലും
അടിപൊളി അടിപൊളിയല്ലോ. അടിപൊളി എത്ര ഇതും ഇവിടെ വേദന അപ്പോൾ എന്നാലും ഗൈസ് കൂടുതലായിട്ട് പറഞ്ഞ സമയം കളയണില്ല. എന്തായാലും ഈ ഒരു പ്രാങ്ക് കോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്രാങ്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വല്ല പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടെന്നെങ്കിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തോണ്ട് കേട്ടോ. അപ്പോൾ മാത്രമല്ല ഇപ്പം ഇതുപോലെ ആരെങ്കിലും നമ്പർ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തരെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ആളത് ഒരു ചിരിയിലാണ്, ഒരു കോമഡിയിൽ എടുക്കുള്ളൂ. എത്ര അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എളാപ്പ മൂത്താപ്പ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ പണി നമുക്ക് എന്തായാലും 8ന്റെ പണി കൊടുക്കാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും പ്രാങ്ക് കോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ഇടണം. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലേ. എന്തായാലും ഈ വീഡിയോ ചൂട് വൈൻഡപ്പ് ചെയ്യണം. അതുവരേക്കും അടുത്ത പ്രാങ്ക് വരുന്നവർക്കും ടാറ്റാ ബൈ.